The variant form of enzyme നമ്മൾ പഠിച്ചതാണ് differ structurally but not functionally and encoded by different allele of the same locus. നമസ്കാരം, ഞാൻ വൈശാഖ്. എല്ലാവർക്കും എൻട്രിയിലേക്ക് സ്വാഗതം. നമ്മൾ പറഞ്ഞു ക്വസ്റ്റ്യൻ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അതായത് ത്രൂ ഔട്ട് നമ്മൾ ഈ പഠിക്കുന്ന സമയത്ത് അത്രയും നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യണം, ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ എക്സാം ഹോളിൽ കയറുന്ന സമയത്ത് നമ്മൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് ടൈം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പോൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, റീസൺ അസെഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമ്മുടെ നോർമൽ ഒരു 6 ടൈപ്പ്, നമ്മളിതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒരു 6 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് മെയിനായിട്ട് ചോദിക്കുന്നത്. അപ്പം നേരത്തെ ഉള്ളൊരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ക്ലീഷേ ക്വസ്റ്റ്യൻ, നോർമൽ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു പാറ്റേണിൽ നമുക്കറിയാം, ഒരു 6-7 പാറ്റേൺ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് ഇത്രയും ഈ 100 ക്വസ്റ്റ്യനിലേക്ക് എത്താനുള്ളൊരു സമയം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എക്സാം ഹോളിൽ ഇരുന്ന് നമ്മൾ ഒരു 100 വരെ ഒന്ന് വായിച്ചെത്തുമ്പോൾ തന്നെ നമ്മുടെ സമയം കഴിയാറായിട്ടുണ്ടാവും. 100 വരെ എത്താൻ മിക്കവാറും പറ്റാറില്ല. അപ്പോൾ അതിന് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഇതിലേക്ക് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് വൺ, ഫങ്ഷൻ ഓഫ് CD4T ഹെൽപ്പർ സെൽ. ഇതെപ്പോഴും കാണാറുള്ളൊരു ചോദ്യമാണ്. നമുക്കറിയാം നമ്മുടെ ഇമ്മ്യൂൺ സെല്ലുകളുണ്ടല്ലോ, ഇമ്മ്യൂൺ സെല്ലുകളിൽ ലിംഫോസൈറ്റുകളുണ്ട് അല്ലേ. ലിംഫോസൈറ്റുകൾ ഏതൊക്കെയാണ്? ലിംഫോസൈറ്റ്, T ലിംഫോസൈറ്റ്, B ലിംഫോസൈറ്റ്. T ലിംഫോസൈറ്റിൻ്റെ 2 പോപ്പുലേഷൻ നമുക്ക് പ്രധാനമായിട്ട്, 2 അല്ല 3 ഒക്കെ ഉണ്ട്, നമുക്ക് 2 എണ്ണമാണ് പ്രധാനമായിട്ട് വരിക. T ഹെൽപ്പർ സെല്ലും TC സെല്ലും, സൈറ്റോടോക്സിക് സെല്ലും. ഓക്കെ, പിന്നെ TR സെൽ, റെഗുലേറ്ററി സെല്ലും കൂടെ ഉണ്ട്, നമുക്ക് അത് വിടാം, ഇപ്പോൾ തൽക്കാലം ഇത് പഠിക്കാം. T സൈറ്റോടോക്സിക് സെൽ എന്ന് പറയുമ്പോൾ നോക്കിയേ, T ഹെൽപ്പർ സെല്ലിനകത്ത് CD4+ സെൽസ് ആണ്. They possess CD4 receptors. TCയുടെ പ്രത്യേകതയോ, they possess CD8+ receptors. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വരാം. CD4+ T ഹെൽപ്പർ സെൽ, അതായത് ലിംഫോസൈറ്റിലെ T സെൽസിൻ്റെ അല്ലേ, T സെൽസിലെ സൈറ്റോടോക്സിക് ഓർ ഹെൽപ്പർ സെൽ. അപ്പോൾ ഇതിലെ നമ്മളോട് ചോദിച്ചേക്കുന്നത് T ഹെൽപ്പർ സെല്ലിനെ പറ്റിയിട്ടാണ്. ഈ T ഹെൽപ്പർ സെൽ പ്രൈമർലി റെസ്ട്രിക്റ്റഡ് ബൈ, അതായത് നമുക്കറിയാം ആൻറ്റിജൻ പ്രസൻറ്റേഷനൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ആൻറ്റിജൻ പ്രസൻറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് CD4 ആരുമായിട്ടാണ് ചേരുന്നത് നമുക്ക് നോക്കാം. ആരുമായിട്ടാണ് ചേരുന്നത്? CD4 ഹെൽപ്പർ സെല്ല് MHC2മായിട്ടാണ്. പഠിച്ചു വെച്ചേക്കണം. CD8 ആണെങ്കിൽ MH1. ആൻറ്റിജൻ പ്രസൻറ്റേഷൻ പഠിക്കുമ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് പഠിക്കാം. ഓക്കെ, അപ്പോൾ MHC2 നമ്മുടെ CD4T ഹെൽപ്പർ സെൽ, CD4+ T ഹെൽപ്പർ സെൽസ്. ക്ലിയർ ആണല്ലോ? സോ ആൻസർ വരുന്നത് ഏതാണ്? MHC ക്ലാസ് 2 സെൽസ് ആണ് കേട്ടോ. അപ്പോൾ അതിനൊരു കോഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓർത്തിരിക്കുന്നത് ഇങ്ങനെയാണ്. നോക്കിക്കേ, T ഹെൽപ്പർ സെല്ല് അല്ലേ, T ഹെൽപ്പർ സെൽ. അതായത് ഇത് നോക്കി, ഇവിടെ 4 ഇല്ലേ, ഇവിടെ ഒരു 4 ഉണ്ട് അല്ലേ. അതുപോലെ തന്നെ നമുക്കിതിനെ H ആക്കാം, T ഹെൽപ്പർ സെൽ. അപ്പോൾ CD4 നമുക്ക് കണ്ടോ, ഹെൽപ്പർ സെൽ. അതുപോലെ തന്നെ MHC2, ഇതിനകത്തൊരു 2 ഇല്ലേ, കണ്ടോ, MHC2 അല്ലേ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഓർത്ത് വെച്ചേക്ക്, MHC ക്ലാസ് 2 ആണ്. നെക്സ്റ്റ് വൺ, ഗ്ലൂട്ടാതയോൺ ഈസ് എ ഡാഷ്. ഗ്ലൂട്ടാതയോൺ ഈസ് എ ഡാഷ്. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ അല്ല, വേറൊരു എക്സാമിന് ചോദിച്ച ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഗ്ലൂട്ടാതയോൺ ഈസ് എ ഡാഷ്. പോളിപെപ്റ്റൈഡ് ആണോ? അതായത് പോളിപെപ്റ്റൈഡ് എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ, ധാരാളം അമിനോ ആസിഡ് ഉള്ള ഒരു പെപ്റ്റൈഡ് ആണോ? അല്ല. ട്രൈപെപ്റ്റൈഡ് ആണോ? യെസ്, ഇറ്റ് ഇസ് എ ട്രൈപെപ്റ്റൈഡ്. അതായത് 3 അമിനോ ആസിഡുകൾ പെപ്റ്റൈഡ് ബോണ്ട് വഴി ജോയിൻ ചെയ്തേക്കുന്നതാണ് ഗ്ലൂട്ടാതയോൺ. യെസ്, ഇറ്റ് ഇസ് എ ട്രൈപെപ്റ്റൈഡ്. ഗ്ലൂട്ടാതയോൺ ഒരു ട്രൈപെപ്റ്റൈഡ് ആണ്. പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്.
tripeptide and it is composed of 3 amino acids. ഏതൊക്കെയാണ്? ഗ്ലൂട്ടാമേറ്റ്, പിന്നെയോ സിസ്റ്റീൻ, ഗ്ലൈസിൻ. ഓക്കെ, ഈ 3 അമിനോ ആസിഡുകളും കൂടെ ചേർന്നുള്ള ഒരു ട്രൈപെപ്റ്റൈഡ് ആണ് ഗ്ലൂട്ടാത്തയോൺ. ഓർത്ത് വെക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്. അതിലപ്പോൾ ഈ അമിനോ ആസിഡുകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഒന്ന് ഓർത്ത് വെച്ചേ. സിസ്റ്റീൻ എന്ന് പറയുന്നത് അല്ലേ, സിസ്റ്റീൻ അമിനോ ആസിഡുകളെ നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. അമിനോ ആസിഡുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്ന പോലെ അമിനോ ഗ്രൂപ്പും ആസിഡും ചേർന്നതാണ്. അതിലെ പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള അമിനോ ആസിഡ് ആരൊക്കെയാണ്? ലൈസിൻ, ആർജിനിൻ അല്ലേ. പിന്നെ നമ്മൾ ഹിസ്റ്റഡിനെയും പറയാറുണ്ട്. പിന്നെ നെഗറ്റീവ് ആണെങ്കിൽ അസ്പാർട്ടിക് ആസിഡ്, അതുപോലെ തന്നെ ഗ്ലൂട്ടാമിക് ആസിഡ് നെഗറ്റീവ്. ആരോമാറ്റിക് അമിനോ ആസിഡ് ആണെങ്കിലോ ആരോമാറ്റിക് ആണെങ്കിൽ ട്രിപ്റ്റോഫാൻ, തൈറോസിൻ, ഫിനൈൽ അലാനിൻ. വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. സൾഫർ കണ്ടെയ്നിങ് ആണെങ്കിലോ സിസ്റ്റീൻ, പിന്നെയോ മെത്തിയോണിൻ. സ്റ്റാർട്ട് കോഡോൺ എൻകോഡ് ചെയ്യുന്ന അമിനോ ആസിഡോ? ഇറ്റ് ഈസ് മെത്തിയോണിൻ. ഇതൊക്കെ ഒന്ന് ഓർത്തേക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എ ക്ലിനിക്കൽ ട്രയൽ ഇഫ് എ റിസർച്ചർ ഫെയിൽസ് ടു റിജക്ട് നൾ ഹൈപ്പോത്തസിസ് വെൻ ഇറ്റ് ഈസ് ഫോൾസ്. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ടൈപ്പ് ഓഫ് എറർ ഈസ് മെയ്ഡ്? അതായത് കണ്ടീഷൻ എന്താണ്? നോട്ട് ചെയ്ത് വയ്ക്കുക, കൺഫ്യൂസിങ് ആണ്. ഫെയിൽ ടു റിജക്ട് നൾ ഹൈപ്പോത്തസിസ്. ഓക്കെ, ഇത് കൺഫ്യൂസിങ് ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് ഈ ഒരു ഇങ്ങനെയുള്ള ചോദ്യം ടൈപ്പ് 1ഉം 2ഉം എറർ ക്ലിയർ ആക്കിയിട്ട് പോവാം. സോ ഇവിടെ നമുക്ക് നൾ ഹൈപ്പോത്തസിസ്, അതായത് നമ്മളൊരു റിസർച്ച് ചെയ്യുവാണ്, ഒരു ഡ്രഗിൻ്റെ എഫക്റ്റാണ് നമ്മൾ നോക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, എക്സാമ്പിൾ എന്താണ്? നമ്മൾ ഒരു ഡ്രഗിൻ്റെ എഫക്റ്റ് ഒരു സെല്ലിലോ ഒരു ജീവിയിൽ ഇൻവൈവോ ആയിട്ടോ നമ്മൾ നോക്കുവാണ്. ഓക്കെ, സോ വാട്ട് ഈസ് നൾ ഹൈപ്പോത്തസിസ്? ദർ ഈസ് നോ എഫക്റ്റ്. നമ്മൾ കൊടുത്ത ഡ്രഗിന് എഫക്റ്റ് ഒന്നുമില്ല എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നതാണ് നൾ ഹൈപ്പോത്തസിസ്. ഓക്കെ, സോ ഇവിടെ എന്താണ്? നോ എഫക്റ്റ്, ഡ്രഗിന് എഫക്റ്റ് ഇല്ല എന്ന് വെച്ചാൽ നമ്മുടെ ട്രീറ്റ്മെന്റ് ഗ്രൂപ്പിലും ഒരു വ്യത്യാസവുമില്ല. ദർ ഇസ് നോ ഡിഫറൻസ്. ക്ലിയർ ആണല്ലോ? ദാറ്റ് ഈസ് കോൾഡ് നൾ ഹൈപ്പോത്തസിസ്. ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് H1 എന്ന് പറയുന്നത് എന്താണ്? ഡ്രഗിന് എഫക്റ്റ് ഉണ്ട്. നമ്മൾ കൊടുത്ത ഡ്രഗിൽ കൺട്രോളിനേക്കാളും ട്രീറ്റ്മെന്റ് ഗ്രൂപ്പിൽ വ്യത്യാസമുണ്ട്, ക്യൂവർ ചെയ്തിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ? സോ അവിടെ എന്താ പ്രത്യേകത? ഡ്രഗ് ഹാസ് ആൻ എഫക്റ്റ്, സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, സോ ഇവിടെ എന്താ സംഭവിക്കേണ്ടത്? H0 ഈസ് ട്രൂ, നൾ ഹൈപ്പോത്തസിസ് ഈസ് ട്രൂ എന്ന് പറഞ്ഞാൽ അല്ലേ, ഡ്രഗ് ആക്ച്വലി ഡസ് നോട്ട് വർക്കാണ് അല്ലേ, ഡ്രഗിന് എഫക്റ്റ് ഇല്ല. നൾ ഹൈപ്പോത്തസിസ് ട്രൂ ആണെന്ന് പറഞ്ഞാൽ ഡ്രഗിന് അവിടെ എഫക്റ്റ് ഇല്ല. ഇൻ റിയാലിറ്റി ഡ്രഗിന് അവിടെ എഫക്റ്റ് ഇല്ല എന്നാണ്. അപ്പോൾ ഇനി നമുക്ക് എററിൻ്റെ ടൈപ്പ്, അപ്പോൾ ഹൈപ്പോത്തസിസ് നമുക്ക് മനസ്സിലായി അല്ലേ, നൾ എന്താണ്, ഓൾട്ടർനേറ്റീവ് എന്താണ്. അടുത്തത് എററാണ് അല്ലേ. ടൈപ്പ് 1 and 2 എറർ എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇവിടെ ടൈപ്പ് 1 എറർ അഥവാ ആൽഫ എറർ എന്ന് പറഞ്ഞാൽ റിജക്റ്റിംഗ് നൾ ഹൈപ്പോത്തസിസ്. ഓക്കെ, റിജക്റ്റിംഗ് നൾ ഹൈപ്പോത്തസിസ്, അതായത് ആക്ച്വലി ഇറ്റ് ഈസ് ട്രൂ, അതായത് നൾ ഹൈപ്പോത്തസിസ് ട്രൂ ആയിരിക്കുമ്പോൾ നമ്മൾ അതിനെ റിജക്റ്റ് ചെയ്തു. നൾ ഹൈപ്പോത്തസിസ് ട്രൂ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി അവിടെ വർക്ക് ചെയ്യുന്നില്ല, ഡ്രഗ് അവിടെ വർക്ക് ചെയ്യുന്നില്ല. പക്ഷേ നോക്കിക്കേ, കൺക്ലൂഡിങ് എ ഡ്രഗ് വർക്ക് ചെയ്യുന്നു എന്ന് നമ്മൾ പറയും. മനസ്സിലാവുന്നുണ്ടല്ലോ? നമ്മൾ പറഞ്ഞല്ലോ നൾ ഹൈപ്പോത്തസിസ് ഡ്രഗ് അവിടെ വർക്ക് ചെയ്യുന്നില്ല. നമ്മൾ എന്താണ് നമ്മൾ ആക്സിഡൻ്റലി മിസ്റ്റേക്കൺലി നമ്മൾ എടുക്കുന്നു നൾ ഹൈപ്പോത്തസിസ് എന്തായിട്ട്? നൾ ഹൈപ്പോത്തസിസ് റിജക്ഷൻ.
ദാറ്റ് മീൻസ് നമ്മൾ പറയുന്നു ഡ്രഗ് വർക്ക് ചെയ്യുന്നു. ദർ ഇസ് എ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ കൺട്രോൾ ആൻഡ് ട്രീറ്റ്മെൻറ്റ്. ട്രീറ്റ്മെൻറ്റിൽ ക്യൂർ ഉണ്ട് എന്ന് നമ്മൾ പറയുന്നു, പക്ഷെ ആക്ച്വലി അവിടെ ക്യൂർ ഉണ്ടോ? ഇല്ല. നമ്മൾ സംതിങ് അല്ലേ, എന്തോ കാരണം കൊണ്ട് നമ്മുടെ ജഡ്ജ്മെൻറ്റിലുള്ള എറർ കൊണ്ടൊക്കെ നമ്മൾ എന്ത് പറയുന്നു? നൾ ഹൈപ്പോത്തിസിസ്, അവിടെ നൾ ഹൈപ്പോത്തിസിസിനെ റിജക്റ്റ് ചെയ്യുന്നു. കണ്ടോ? അതായത് ആക്ച്വലി ട്രൂ ആയിരിക്കുമ്പോൾ നമ്മൾ നള്ളിനെ റിജക്റ്റ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് എഫക്റ്റ് ഇല്ലാത്തപ്പോൾ ഉണ്ടെന്ന് പറയുന്നു, അഥവാ ഫോൾസ് പോസിറ്റീവ്. കണ്ടോ? അപ്പോൾ ഇതാണ് ടൈപ്പ് 1 എറർ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമ്മളോട് ഇതാണ് ചോദിച്ചേക്കണേ. ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇതാണ് ക്വസ്റ്റ്യൻ അല്ലേ. ഫെയിൽ ടു റിജക്ട് ദ നൾ ഹൈപ്പോത്തസിസ്. ഏതാണ്? ഫെയിൽസ് ടു റിജക്റ്റ് ആണ്. നമുക്ക് നോക്കാം. അടുത്തത് നോക്കാം. ടൈപ്പ് 2 നോക്കാം. ടൈപ്പ് 2 ഇതല്ലേ അത് ബീറ്റ എറർ അഥവാ ടൈപ്പ് 2 എറർ. ഹിയർ വി ഫെയിൽ ടു റിജക്ട് ദ നൾ ഹൈപ്പോത്തസിസ്. ഇവിടെയോ റിജക്റ്റഡ് നൾ ഹൈപ്പോത്തസിസ് ഇൻ കേസ് ഓഫ് ടൈപ്പ് 1. ടൈപ്പ് 2 വി ഫെയിൽ ടു റിജക്ട് നൾ ഹൈപ്പോത്തസിസ് വെൻ ഇറ്റ് ഈസ് ആക്ച്വലി ഫോൾസ്. അതായത് എഫക്റ്റ് ഉണ്ടായിരുന്നു, ഡ്രഗിന് ക്യൂറിങ് എഫക്റ്റ് ഉണ്ടായിരുന്നു, ബട്ട് വി ഫെയിൽ ടു റിജക്ട് നൾ ഹൈപ്പോത്തസിസ്. പക്ഷെ നമ്മൾ പറഞ്ഞു എഫക്റ്റ് ഇല്ല എന്ന്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? സോ ഫോൾസ് നെഗറ്റീവ്. അവിടെ ആക്ച്വലി ആ ഡ്രഗിന് ക്യൂറിങ് എഫക്റ്റ് ഉള്ളപ്പോൾ നമ്മൾ പറയുന്നു എഫക്റ്റ് ഇല്ല എന്ന്. സോ ഫോൾസ് നെഗറ്റീവ്, കൺക്ലൂഡിങ് എ ഡ്രഗ് ഡസ് നോട്ട് വർക്ക് വെൻ ഇറ്റ് ആക്ച്വലി വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നില്ല എന്ന് പറയുന്നു. ഫോൾസ് നെഗറ്റീവ് ഈസ് ടൈപ്പ് 2. ഇത് ക്ലിയർ ആക്കി വെക്കണം. അതിനാണ് ഞാൻ അത്രയും ബേസി എന്ന് പറഞ്ഞത്. മനസ്സിലാക്കി വെക്കുക. ഇറ്റ് ഈസ് ടൈപ്പ് 2 എറർ ആണ് അല്ലേ. എന്താണ്? ഫെയിൽ ടു റിജക്റ്റിംഗ് നൾ ഹൈപ്പോത്തസിസ് വെൻ ഇറ്റ് ഈസ് ഫോൾസ്. കേട്ടോ? അപ്പോൾ ആൻസർ ഈസ് ടൈപ്പ് 2. ടൈപ്പ് 2 ഓർത്ത് വെച്ചേക്കുക. അടുത്തത് ഇൻ അലോസൈം അഥവാ അല്ലോ എൻസൈം പോളിമോർഫിസം സ്റ്റഡീസ്, ഹൗ ആർ വേരിയേഷൻസ് ഇൻ എൻസൈംസ് ടിപ്പിക്കലി ഐഡൻറ്റിഫൈഡ്? എങ്ങനെയാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക? അല്ലോസൈം വേരിയേഷൻ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? ഇതൊരു 3-4 ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്ഥിരം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. നോട്ട് ചെയ്ത് വയ്ക്കുക. ഡെൻസിറ്റി ഗ്രേഡിയൻറ്റ് സെൻട്രിഫ്യൂഗേഷൻ എലിമിനേറ്റ് അല്ല. അല്ലോസൈം എന്ന് പറയുമ്പോൾ എന്താണെന്ന് ഞാൻ പറയാം, ഇപ്പം തന്നെ പറയാം. DNA സീക്വൻസ് അനാലിസിസ്, നോ അല്ല. നോട്ട് ബൈ DNA സീക്വൻസ് അനാലിസിസ്. ജീൻ എക്സ്പ്രഷൻ പ്രൊഫൈലിംഗ്, നോ. പിന്നെയോ ഇലക്ട്രോഫോററ്റിക് മൊബിലിറ്റി. അല്ലോസൈമിനെ മനസ്സിലാക്കാനുള്ള ഒരു വഴിയാണ് ബൈ ചെക്കിംഗ് ഇലക്ട്രോഫോററ്റിക് മൊബിലിറ്റി. വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. സോ ഇവിടെ എന്താ സംഭവിക്കുക? വാട്ട് ഈസ് അല്ലോസൈം? ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വാട്ട് ഈസ് അല്ലോ എൻസൈം ഓർ അല്ലോസൈം. അല്ലോസൈം എന്ന് പറഞ്ഞാൽ ഡിഫറൻറ്റ് മോളിക്കുലാർ ഫോം ഓഫ് ദ സെയിം എൻസൈം ആണ്. അതായത് ഒരു എൻസൈമിൻ്റെ എന്താണ് ഡിഫറൻറ്റ് മോളിക്കുലർ ഫോം ആണ്. അതായത് ഇറ്റ് ഈസ് എൻകോഡഡ് ബൈ ഡിഫറൻറ്റ് അല്ലീൽ. അല്ലീൽ എന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ, ക്രോമസോമിൻ്റെ അല്ലേ 2 വെർഷൻസ് ഉണ്ടാവും. ക്രോമസോമിലുള്ള ജീനിൻ്റെ 2 വെർഷൻസ് ഉണ്ടാവും. അപ്പോൾ ആ ഡിഫറെൻറ്റ് 2 or more ഫോംസ് ഓഫ് ജീനിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അല്ലീൽ എന്ന് വിളിക്കുക. അതിരിക്കുന്ന സ്ഥലത്തെയാണ്, ഫിസിക്കൽ ലൊക്കേഷനെയാണ് ലോക്കസ് എന്ന് വിളിക്കുക അല്ലേ. സോ അപ്പോൾ ഇവിടെ ഡിഫറെൻറ്റ് മോളിക്കുലാർ ഫോംസ് ഓഫ് ദ സെയിം എൻസൈം, ഒരു എൻസൈമിൻ്റെ വേറെ ഫോമാണ് എന്തെന്ന് പറയുന്നത്? അല്ലോസൈം എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എൻകോഡഡ് ബൈ ഡിഫറെൻറ്റ് അല്ലീൽ അറ്റ് ദ സെയിം ലോക്കസ്. ഓക്കെ ആണല്ലോ. വേറെ അല്ലെ ഡിഫറെൻറ്റ് അല്ലീൽസ് ആണ് ഒരേ ലോക്കസിലെ, അവരാണ് അല്ലോസൈമിനെ പ്രൊഡ്യൂസ് ചെയ്യുക. സോ ഇവർക്ക് എന്താണ് വ്യത്യാസം? ദേ ഡിഫർ ഓൺലി ഇൻ അമിനോ ആസിഡ് കോമ്പോസിഷൻ. ദേ ഡിഫർ സ്ലൈറ്റ്ലി ഇൻ അമിനോ ആസിഡ് കോമ്പോസിഷൻ. ചെറിയ വ്യത്യാസമേ ഉള്ളൂ. എവിടെ? അമിനോ ആസിഡ് കോമ്പോസിഷനിൽ. ദെയർബൈ ചാർജിൽ ഡിഫറൻസ്, ദെയർബൈ കൺഫോർമേഷൻ. അപ്പം അങ്ങനെ വളരെ ചെറിയ വ്യത്യാസം മാത്രമേ ഇവർക്ക് ഉള്ളൂ. ഈ പറയുന്ന അമിനോ ആസിഡ് കോമ്പോസിഷനിലോ ചാർജിലോ കൺഫോർമേഷനിലോ ഒക്കെയാണ് ഈ വ്യത്യാസം വരുന്നത്. സോ ഹൗ വി ക്യാൻ ഡിസ്റ്റിങ്വിഷ് നമ്മുടെ അല്ലോസൈംസ്? ബൈ ഇവിടെ അമിനോ ആസിഡ് സബ്സ്റ്റിറ്റ്യൂഷൻ വരുമ്പോൾ നെറ്റ് ചാർജിലും ഷേപ്പിലും വ്യത്യാസം ഉണ്ടാവും. സോ അതുകൊണ്ട് തന്നെ ഇലക്ട്രോഫോറസിസ് നമ്മൾ ചെയ്യുമ്പോൾ, വാട്ട് ഇസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ട്രോഫോറസിസ്? ചാർജ് അനുസരിച്ചിട്ട്, സൈസ് അനുസരിച്ചിട്ട്
മോളിക്യൂൾ മൂവ് ചെയ്യുന്നതാണ് ഇലക്ട്രോഫോറസിസിൽ നടക്കുക. സോ ഇവിടെ ബിക്കോസ് ഓഫ് ദിസ് ഡിഫറൻസ് ഈ പറയുന്ന എൻസൈം മൈഗ്രേറ്റ് അറ്റ് ഡിഫറെൻറ്റ് റേറ്റിലായിരിക്കും ഇവർ മൈഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, സോ ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ ഡിസ്റ്റിങ്യൂഷ് അല്ലോ എൻസൈംസ്. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ കേട്ടോ, ഓർത്ത് വെച്ചേക്കണം, വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തൊരു മാച്ചിൻ്റെ ഫോളോവിങ് ആയിട്ട് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ധാരാളമായിട്ട് നമ്മുടെ എക്സാമുകൾക്ക് കാണാം. പെപ്സിൻ, കൈമോട്രിപ്സിൻ, മാൾട്ടേസ്, ടാലിൻ. ഇപ്പുറത്തെ ലിസ്റ്റ് 2-ൽ സ്മോൾ ഇൻറ്റസ്റ്റൈൻ, സ്റ്റൊമക്ക്, പാൻക്രിയാസ്, സലൈവറി അമൈലേസ്. അപ്പോൾ ഇത് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ പെപ്സിൻ എന്ത് എൻസൈമാണ്? പെപ്സിൻ എന്ന് പറയുന്നത് ഒരു പ്രോട്ടിയേസ് എൻസൈമാണ് അല്ലേ. ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ അവർ സ്റ്റൊമക്ക്. സോ നമുക്ക് ഇവിടെ ജോയിൻ ചെയ്യാം, അതായത് A2 അല്ലേ, A2. ദെൻ നെക്സ്റ്റ് വൺ ഈസ് കൈമോട്രിപ്സിൻ അല്ലേ. കൈമോട്രിപ്സിൻ ആരാണ്? പാൻക്രിയാസ് ആണ്. ഡൈജഷൻ ആണ്, ഏരിയ ഈസ് ഡൈജഷൻ. സോ വി ക്യാൻ എലിമിനേറ്റ് A ആൻഡ് C. ആൻസർ B or D ആവണം. B3 വരുന്ന 2 ഓപ്ഷനാണ് അല്ലേ. അടുത്തൊരു മാൾട്ടേസ് എവിടെയാണ് കാണുന്നത്? ഇറ്റ്സ് എ ബ്രഷ് ബോർഡർ എൻസൈം അല്ലേ. നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ബ്രഷ് ബോർഡറിൽ കാണപ്പെടുന്ന മാൾട്ടോസിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈമാണ് മാൾട്ടേസ് അല്ലേ. സോ ഇറ്റ് ഈസ് ഇൻ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. സോ C1 ബി എലിമിനേറ്റഡ്. ആൻസർ ഈസ് D ആണ്. നമുക്ക് കിട്ടി, നോക്കാം. ടാലിൻ ഇതെവിടെയാണ് കേട്ടേക്കണം? ടൈലിൻ എവിടെയാണ് കേട്ടേക്കണം? ഇറ്റ് ഈസ് ഇൻ സലൈവറി ഗ്ലാൻഡ്. സലൈവറി ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ടാലിൻ. സോ ആൻസർ ഈസ് ഓപ്ഷൻ D ആണോ? ഓപ്ഷൻ D, യെസ്. കണ്ടോ? അപ്പോൾ ഓർത്ത് വെച്ചേക്ക്, നമ്മുടെ സലൈവറി അമൈലേസ് ആണ് ടാലിൻ, അറിയാലോ. നെക്സ്റ്റ് വൺ, മെച്ചുറേഷൻ ഓഫ് T ലിംഫോസൈറ്റ്. ഞാൻ പറഞ്ഞു ലിംഫോസൈറ്റ് പഠിക്കുമ്പോൾ B ലിംഫോസൈറ്റും T ലിംഫോസൈറ്റും ഉണ്ട്. അതിൽ T ലിംഫോസൈറ്റ് നമ്മൾ 3 പോപ്പുലേഷൻ, 2 ഞാൻ പറഞ്ഞു, CD4+ സെൽസ്, T ഹെൽപ്പർ സെൽസ്, അതുപോലെ തന്നെ CD8 ടൈപ്പ് ഓഫ് സെൽസ്, TC സെൽസ് അല്ലേ. അങ്ങനെ നമ്മൾ 2 പോപ്പുലേഷൻ ഓഫ് സെൽസ് നമ്മൾ പഠിച്ചു. അപ്പോൾ അതിൽ T ലിംഫോസൈറ്റ് മെച്ചുർ ചെയ്യുന്നത് എവിടെയാണ്? കുറേ ചോദ്യങ്ങളോട് ചോദിക്കാറുണ്ട്. ഇപ്പോൾ ബസ്സ ഫാബ്രിക്ക അതെവിടെയാണ് കാണപ്പെടുന്നത്? AFSലാണ് കാണപ്പെടുന്നത്. ആ ചോദ്യം ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ T ലിംഫോസൈറ്റ് മെച്ചുർ ആകുന്നത് തൈറോയിഡിലാണോ? നോ. പാരാതൈറോയിഡ് അല്ല, ഇറ്റ് ഈസ് ഇൻ തൈമസ് കേട്ടോ, തൈമസിലാണ്. അതുകൊണ്ടാണ് T for തൈമസ്. വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് വൺ, DNA പോളിമറൈസ് എൻസൈം ഇൻവോൾവ് ഇൻ റെപ്ലിക്കേഷൻ ഓഫ് മൈറ്റോകോൺട്രിയൽ DNA. വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് ഇൻ കേസ് ഓഫ് യൂക്യാരിയോട്ട് ആണ്. അപ്പോൾ അവിടെ ആൽഫ, ബീറ്റ, ഡെൽറ്റ, എപ്സിലോൺ പഠിച്ചേക്കണം. സോ ആൽഫ ഈസ് കോൾഡ് പ്രൈമേസ് പോളിമറൈസ്. ഇതെന്താ ചെയ്യുക? പ്രൈമറിനെ മാറ്റും. പിന്നെയുണ്ട് ഡെൽറ്റയുണ്ട്, എപ്സിലോൺ ഉണ്ട്. എപ്സിലോൺ ഓൺ ലീഡിങ് സ്ട്രാൻഡ്, ഡെൽറ്റ ഓൺ ലാഗിങ് സ്ട്രാൻഡ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ദിസ് ഗാമ അല്ലെ, എൻഡ് വിത്ത് മാ. സോ ഇറ്റ് ഈസ് മൈറ്റോകോൺട്രിയ. അങ്ങനെ ഓർത്താൽ മതി. ഇതാണ് പ്രധാനമായിട്ട് ഓർക്കേണ്ടത്. ഡെൽറ്റ ലാഗിങ്, എപ്സിലോൺ ലീഡിങ് അല്ലേ. എപ്സിലോൺ ഈ പോലെ അല്ലേ എഴുതുന്നത്, ഹിയർ ഇ ഉണ്ടല്ലോ, അങ്ങനെ ഓർത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ എം അല്ലേ, ഗാമ മൈറ്റോകോൺട്രിയ. സോ ഇവിടെ ആൻസർ വരുന്നത് ഗാമ പോളിമറൈസ്, ഗാമയാണ് മൈറ്റോകോൺട്രിയയിൽ. ഓക്കെ, അടുത്തത് എൻസൈം വിച്ച് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ഇനാക്റ്റീവ് ഫോം ഇൻ ലിവിങ് സെൽസ് ആർ കോൾഡ്. ഇനാക്റ്റീവ് ആയിട്ട് ഫോം ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, സൈമോജൻ അല്ലേ. എക്സാമ്പിൾ പറയാമോ? കൈമോട്രിപ്സിനോജൻ ബിക്കം കൈമോട്രിപ്സിൻ, ട്രിപ്സിനോജൻ ബിക്കം ട്രിപ്സിൻ. ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പ്രോ ഇൻസുലിൻ ആയിട്ടാണ്, ABC. സി കട്ട് ചെയ്ത് പോകും, AB ആക്റ്റീവ് ഫോം. സെയിം കൺസെപ്റ്റ്, സൈമോജൻ or not lysozyme, not apoenzyme, it is proenzyme or zymogen. ഓക്കെ, അതാണ്
important. Then the computational methodology that tries to find best matching between two molecules, a receptor and ligand. അതായത് ഇൻ സിലിക്കോ ആയിട്ട് by using computational approaches we can compare two molecules. ഒരു റിസപ്റ്ററും വേറൊരു ലൈഗാൻഡും തമ്മിൽ ബൈൻഡ് ചെയ്യുമോ എന്ന് ഇൻസിലിക്കോ മീൻസ് ബൈ യൂസിങ് കമ്പ്യൂട്ടേഷണൽ സോഫ്റ്റ്വെയർസ് നമ്മൾ ചെക്ക് ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഡോക്കിംഗ് എന്ന് വിളിക്കുന്നത് കേട്ടോ. ഡോക്കിംഗ് എന്ന് വിളിക്കുന്നത് വെറും ഡോക്കിംഗ് അല്ല, ഇറ്റ് ഈസ് കോൾഡ് മോളിക്കുലാർ ഡോക്കിംഗ്. വി ക്യാൻ യൂസ് ഡിഫറെൻറ്റ് സോഫ്റ്റ്വെയർസ് ഫോർ ദിസ്. ഫോർ എക്സാമ്പിൾ ഓട്ടോഡോക്ക് പോലെയുള്ള സോഫ്റ്റ്വെയർസ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. സോ ആൻസർ കിട്ടിയല്ലോ, ഇറ്റ് ഈസ് മോളിക്കുലാർ ഡോക്കിംഗ് അല്ലേ. ബാക്കി എല്ലാം തെറ്റാണ്. ഇറ്റ് ഈസ് മോളിക്കുലാർ ഡോക്കിംഗ്. അടുത്തത് എക്സ്ചേഞ്ച് ഓഫ് ക്രോമസോമൽ സെഗ്മെന്റ്സ് ബിറ്റ്വീൻ നോൺ ഹോമോലോഗസ് ക്രോമസോം. എക്സ്ചേഞ്ച് ഓഫ് ക്രോമസോമൽ സെഗ്മെന്റ്സ് ബിറ്റ്വീൻ നോൺ ഹോമോലോഗസ് ക്രോമസോം. അപ്പോൾ ഇവിടെ ആൻസർ നിങ്ങളൊന്ന് ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യണം. ആൻസർ കിട്ടിയോ? എന്താ നിങ്ങൾ ചെയ്ത ആൻസർ? മെജോറിറ്റി ചെയ്തിട്ടുണ്ടാവുക ആൻസർ ഓപ്ഷൻ എന്തായിരിക്കും? എ ആണോ? എ ആണെങ്കിൽ നെഗറ്റീവായി കേട്ടോ. അപ്പോൾ ആൻസർ ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴത്തേക്കും നമ്മൾ വായിച്ചു പോവാ എക്സ്ചേഞ്ച് ഓഫ് ക്രോമസോമൽ സെഗ്മെന്റ്സ് എന്ന് കാണുമ്പോഴത്തേനും നമുക്ക് ആൻസർ എങ്ങോട്ട് വരും? ഇങ്ങോട്ട് വരും അല്ലേ, എയിലോട്ട് വരും. പക്ഷേ എ തെറ്റാണ്. ക്രോസിംഗ് ഓവർ അല്ല ആൻസർ. നമ്മൾ ആ കൺസെപ്റ്റ് ഒന്ന് നോക്കിക്കേ. ക്രോസിംഗ് ഓവറിൽ ഇൻ ബിറ്റ്വീൻ ഹോമോലോഗസ് ക്രോമസോം ദേ വിൽ എക്സ്ചേഞ്ച് അല്ലേ, ഇൻ ബിറ്റ്വീൻ ഹോമോലോഗസ് ക്രോമസോം. ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താ? ഇവിടെ പറഞ്ഞേക്കുന്നത് ഇൻ ബിറ്റ്വീൻ നോൺ ഹോമോലോഗസ് ക്രോമസോം ആണ്. അപ്പോൾ ഇറ്റ് ഇസ് നോട്ട് ക്രോസിംഗ് ഓവർ. ആൻസർ വരുന്നത് ട്രാൻസ്ലൊക്കേഷൻ ആണ്, ബിക്കോസ് ഇറ്റ് ഈസ് ഇൻ ബിറ്റ്വീൻ നോൺ ഹോമോലോഗസ് ക്രോമസോം. അടുത്തത് CD4 മാർക്കർ. അപ്പം അത് കാണുമ്പോൾ തന്നെ ആൻസർ അറിഞ്ഞൂടെ? CD4 ആണെങ്കിൽ MHC2 T ഹെൽപ്പർ സെൽ. ഓർത്തേക്കണം, 3 കണക്ട് ചെയ്ത് വെച്ചേക്കണം. CD4 MHC2 T ഹെൽപ്പർ സെൽ. മറ്റത് ബാക്കി CD8 ആണെങ്കിലോ ഓഫ് കോഴ്സ് സൈറ്റോടോക്സിക് T സെൽസ്, TC സെൽസ്. അടുത്തത് പ്രോട്ടീൻ റിക്വയർഡ് ഫോർ പ്രോട്ടീൻ ഫോൾഡിങ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. HSA പഠിച്ചവർക്ക് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാനുണ്ടായിരുന്നു. പ്രോട്ടീൻസ് ഹെൽപ്പിംഗ് ഇൻ ഫോൾഡിങ് ഓഫ് അതർ പ്രോട്ടീൻസ് കോൾഡ് ചാപ്രോൺസ് കേട്ടോ. ചാപ്രോൺസ് പ്രസന്റ് ഇൻ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലേക്കുള്ള ബിപ്പ് പോലെയുള്ള പ്രോട്ടീനുകൾ, HSP പോലെയുള്ള പ്രോട്ടീനുകളൊക്കെ എക്സാമ്പിൾസ്. അടുത്തത് സോഫ്റ്റ്വെയർ യൂസ്ഡ് ഫോർ മൾട്ടിപ്പിൾ സീക്വൻസ് അലൈൻമെന്റ്. സീക്വൻസുകളെ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ഉദാഹരണം ATGC, വേറൊരെണ്ണം ATGC. അപ്പോൾ നമ്മളിതിനെ അലൈൻ ചെയ്യണം. വെൻ വി ഹാവ് ടു കമ്പയർ ദിസ് 2 സീക്വൻസ് വി ഹാവ് ടു അലൈൻ ദം അല്ലേ. ഇതിന് നമ്മൾ കൃത്യമായിട്ട് ഇതിൻ്റെ അടി കൊണ്ട് വെക്കണം. ATGC ഇങ്ങനെ കൊണ്ട് പെറുക്കി വെക്കണം. ഫോർ ദിസ് ഇങ്ങനെ അലൈൻ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ആണ് മൾട്ടിപ്പിൾ സീക്വൻസ് അലൈൻമെൻറ്റ് ടൂൾ. അതിന് ധാരാളം എക്സാമ്പിളുകളുണ്ട്. അതിലേറ്റവും എപ്പോഴും നമ്മളോട് ചോദിക്കുന്ന ഒന്നാണ് ക്ലസ്റ്റൽ ഒമേഗ, എസ്റ്റൽ W എന്നൊക്കെ പറയുന്ന സോഫ്റ്റ്വെയർസ്. അപ്പോൾ അത് പഠിച്ചേക്കണം. ക്ലസ്റ്റൽ എന്ന് കണ്ടാൽ ഇറ്റ് ഈസ് ഫോർ മൾട്ടിപ്പിൾ സീക്വൻസ് അലൈൻമെൻറ്റ് കേട്ടോ. ഇനി ഡാറ്റാബേസ് ചോദിക്കുന്നത് പ്രൈമറി ആണോ, സെക്കൻഡറി ആണോ, പ്രോട്ടീൻ ആണോ, ന്യൂക്ലിയോടൈഡ് ആണോ? ഇവിടെ ചോദിച്ചേക്കുന്ന പ്രോട്ടീൻ ആണ്. ഇവിടെ ഉണ്ട് PIR പ്രോട്ടീൻ ഇൻഫോർമേഷൻ റിസോഴ്സസ്, വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. അടുത്തത് ഫ്ലൂയിഡ് മൊസൈക് മോഡൽ പറയണോ? സിംഗർ ആൻഡ് നിക്കോൾസൺ ഉണ്ടോ? ഓപ്ഷൻ യെസ്, സിംഗർ ആൻഡ് നിക്കോൾസൺ, വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്തത് ഇൻ ഹൈബ്രിഡോമ ടെക്നോളജി, ഏത് സെല്ലുകളെയാണ് ഹൈബ്രിഡോമയിൽ യൂസ് ചെയ്യുന്നത്? ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യണം, ആയുസ് കൂട്ടണം അല്ലേ, ലൈഫ് ടൈം കൂട്ടണം. അപ്പോൾ ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? ബി സെൽസ് ആണ് അല്ലേ. ബിയും ടിയും കൂടെ ഫ്യൂസ് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. ബി സെൽസ് ആർ ഫ്യൂസ്ഡ് വിത്ത് മൈലോമ സെൽ. മൈലോമ സെൽസ് ആർ ക്യാൻസർ സെൽ അല്ലേ, അവർക്ക് ആയുസ് ഉണ്ട്. സോ ബി സെൽ ആൻഡ് ക്യാൻസർ സെൽ ഓർ മൈലോമ സെൽ. ആൻസർ ഈസ് ഓപ്ഷൻ ബി.
ഇതാണ് ഹൈബ്രിഡോമയിൽ സംഭവിക്കുന്നത്. ഇനി ഇൻ യൂക്കാരിയോട്സ് ഹെട്രോജീനസ് ന്യൂക്ലിയർ HNRNA നമ്മൾ ആ ടേബിൾ പഠിച്ചു. DNA പോളിമറൈസ് 1 റൈബോസോമൽ RNA, 2 DNA പോളിമറൈസ് 2 mRNA, miRNA, siRNA എന്നൊക്കെ പഠിച്ചു അല്ലേ. അപ്പോൾ അതിൽ mRNAയുടെ പ്രിക്കേഴ്സർ ആണ് ഹെട്രോജീനസ് ന്യൂക്ലിയർ RNA HNRNA. സോ ഇറ്റ് ഈസ് പോളിമറൈസ് 2 RNA പോളിമറൈസ് 2. അടുത്തത് ദ വേരിയന്റ് ഫോം ഓഫ് എൻസൈം നമ്മൾ പഠിച്ചതാണ്. ഡിഫർ സ്ട്രക്ചറലി ബട്ട് നോട്ട് ഫങ്ഷണലി ആൻഡ് എൻകോഡഡ് ബൈ ഡിഫറെന്റ് അല്ലീൽ ഓഫ് ദ സെയിം ലോക്കസ്. ഇപ്പൊ പഠിച്ചതേ ഉള്ളൂ, ആൻസർ കിട്ടിക്കാണും. അല്ലോസൈൻ. ഓക്കെ, അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ സെക്കൻഡ് മെസ്സഞ്ചർ? സൈക്ലിക് AMP ആണ് GPCRലെ സെക്കൻഡ് മെസ്സഞ്ചർ ആണ്. IP3 ആണ്. IP3 സിഗ്നലിംഗ് അല്ലെങ്കിൽ GPCRലൊക്കെ IP3 അല്ലെങ്കിൽ ഇനോസിൽ ട്രൈഫോസ്ഫേറ്റ് IP3 ഇറ്റ് ഈസ് ഓൾസോ സെക്കൻഡ് മെസ്സഞ്ചർ. C+ അതായത് കാൽഷ്യം Ca2+ അല്ലേ. ഇറ്റ് ഈസ് എ സെക്കൻഡ് മെസ്സഞ്ചർ. സോ സോഡിയം ഇസ് നോട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നമ്മുടെ അല്ല, വേറെ പല എക്സാമുകൾക്ക് ചോദിച്ച സെറ്റിനൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ചെയ്തത്. ഇതുപോലെ ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ച് ചെയ്യുക. കൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി ചെയ്താൽ മതി. നിങ്ങളത് കാണാപ്പാടം പഠിക്കേണ്ട, ആ കൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചാൽ മതി. എക്സാമിന് നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റും. ഈ ഒരു പ്രാക്ടീസ് നിങ്ങൾ കൊണ്ടുവന്നാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ആൻസറിലേക്ക് ഈസി ആയിട്ട് എത്താൻ പറ്റും, എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈ പറയുന്ന ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൽ, നമ്മുടെ മോക്ക് എക്സാം ചെയ്യുന്നതിൽ, അല്ലെങ്കിൽ നമ്മുടെ വീക്ക്ലി ടെസ്റ്റുകളിലൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ എൻട്രിയുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്ക്, അല്ലെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.